പ്രോബബിലിറ്റി തിയറിൻ്റെ 12ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി, കൺവേർജൻസ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി നോക്കി. ഇനി കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷനാണ് നോക്കാനുള്ളത്. കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന് മുന്നേ എന്താ let fn of x converges to f of x for all x എന്ന് പറയുമ്പോൾ for all x which are the points of continuity, അതായത് എഫ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിലൊക്കെ എഫ് എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജസ് ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീക്വൻസ് എഫ് എൻ ഇസ് സെഡ് ടു ബി കൺവേർജസ് വീക്ക്ലി ഇൻ ലോ ടു എഫ് എന്ന് പറയും. കൺവേർജൻസ് വീക്ക്ലി ഓർ ഇൻ ലോ ടു എഫ് എന്ന് പറയും. ഇനി അത് നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ കേസിലേക്ക് പറയുമ്പോൾ എക്സ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് എഫ് എന്നും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ആണ് എങ്കിൽ സി ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എഫ് ആണെങ്കിൽ എക്സ് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ലോ എന്ന് പറയണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും കൺവേർജ് ചെയ്യണം. അതായത് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ ലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ലോ അല്ലെങ്കിൽ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വീക്ക്ലി കൺവേർജൻസ് എന്ന് പറയാം. അടുത്തൊരു തിയറി എന്ന് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈസ് എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ്. അതായത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ലോ എന്നുള്ളതാണ് തിയറം. ഫോർ എക്സ് ബിലോങ്സ് ടു സി ഓഫ് എഫ് ആണ്. സി ഓഫ് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി പോയിന്റ്സ് ഓഫ് എഫ് ആണ്. ഫസ്റ്റ് പ്രൂഫ്, പ്രൂഫിനകത്ത് ഫസ്റ്റ് നമ്മൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു സെറ്റാണെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു ഫോമിൽ എഴുതാം. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റിന് നമുക്ക് ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാൻ പറ്റും. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെറ്റിനെ മാറ്റി എഴുതാണ്. എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ്. ഓക്കെ, ഇനി ഇതിന് ഇതെന്ന് പറയുന്നത് അതായത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് പറയുന്നതിന് അത് സബ്സെറ്റ് ഓഫ് ഈ മൊത്തം ലെഫ്റ്റ് സൈഡിലുള്ളത് സബ്സെറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് ലെസ് ദാൻ എക്സ് ഡാഷ്. ഓക്കെ, ഈ ഒരു ഇതിനെ മാറ്റി ഇങ്ങനെ ആക്കുമ്പോൾ ഇത് സബ്സെറ്റായിട്ട് മാറും. ഇനി നമ്മൾ പ്രോബബിലിറ്റി കൊടുക്കുകയാണ് രണ്ട് സൈഡിലും. പ്രോബബിലിറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അത് വെച്ചിട്ട് ഇവിടെ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ലെഫ്റ്റ് സൈഡിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ്
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന്. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. സോ നമുക്കത് എന്ത് ചെയ്താം? എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എഫ് എൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ പ്ലസ് ഇതിനെ അതുപോലെ തന്നെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ്. For x dash less than x, and since xn converges to x in probability, ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യാണ്. P of xn greater than x less than or equal to x dash എന്ന് പറയുന്നത് less than or equal to probability of mod xn minus x greater than or equal to x minus x dash. Okay. Probability of xn greater than x intersection x less than or equal to x dash less than or equal to probability of mod xn minus x greater than or equal to x minus x dash. ഇനി സിൻസ് xn converges to x in probability ആയതുകൊണ്ട് ഈ ഒരു ടേം എന്താവും? ഈ റൈറ്റ് സൈഡിലുള്ളത് ടെൻസ് ടു 0 എന്നാവും. അപ്പം നമുക്ക് ടെൻസ് ടു 0. അപ്പോൾ ഈ പ്രോബിലിറ്റി ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0. നമ്മുടെ ഈ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് എന്ന് വരും. എക്സ് ഡാഷ് ലെസ് ദാൻ എക്സ് എന്നുള്ള കേസിൽ ഇതിനെ മാറ്റി നമ്മൾ എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീമം എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് ഇൻഫീമം എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഇൻഫീമോ ലിമിറ്റ് സുപ്രീമോ ഈക്വൽ ആകുമ്പോൾ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ പറയും. ലിമിറ്റ് ഇൻഫീമത്തിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വേറെ കുറച്ച് കൂടുതലുണ്ട്, അത് വേണ്ട. അപ്പോൾ എന്താ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സിൻ്റെ ലിമിറ്റിൻ്റെ ഏറ്റവും സുപ്രീമം വാല്യൂ ആയിരിക്കും, ഏറ്റവും ഇൻഫീമം വാല്യൂ ആയിരിക്കും എന്താ ഇത്. അതിനേക്കാളും ഇതെപ്പോഴും ചെറുതായിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ഇക്വേഷനെ 1 എന്ന് വിളിക്കുന്നു. ഇനി സിമിലർലി interchanging x and xn, എക്സും xn ഇന്റർചേഞ്ച് ചെയ്യാം, ആൻഡ് സ്മോൾ എക്സും എക്സ് ഡാഷും ഇന്റർചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ മൊത്തം കേസിൽ ആദ്യം മുതൽ എന്താ എക്സും xn ഇന്റർചേഞ്ച് ചെയ്യുന്നു, സ്മോൾ എക്സും എക്സ് ഡാഷും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെ വരുമെന്ന് വെച്ചാൽ എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡാഷ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഡാഷ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓക്കെ, അതിൽ റീപ്ലേസിങ് എക്സ് ഡാഷ് ബൈ എക്സ് ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് എന്തറിയാം, സിൻസ്
എക്സ് എൻ കൺവേർജസ് ടു എക്സ് എൻ പ്രോബബിലിറ്റിയും കൂടി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ മാറ്റി എഴുതി എക്സ് എൻ കൺവേർജസ് ടു എക്സ് എൻ പ്രോബബിലിറ്റി എന്നുള്ള കേസ് വരുമ്പോൾ ഈ ഒരു ടേം 0 ആയിപ്പോൾ നമുക്ക് എന്ത് വരും എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷ് എന്ന് വരും. ഓക്കെ, അതിൽ തന്നെ ഇതിനെ മാറ്റി പിന്നെയും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റ് സുപ്രീമം എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡബിൾ ഡാഷ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, from 1 and 2 for x dash less than x less than x double dash 1 ഉം 2 ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീമം എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ഡബിൾ ഡാഷ്. ഇങ്ങനെ വരും. ഇതിന് as x dash increasing to x x double dash decreasing to x since x is a point of continuity of f1, therefore നമുക്ക് എന്താ ഈ ലിമിറ്റ് ഇൻഫീമം ലിമിറ്റ് സുപ്രീമോ ഈക്വൽ ആയിട്ട് ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ആവും. ലിമിറ്റ് ഇൻഫീമോ ലിമിറ്റ് സുപ്രീം ഈക്വൽ ആവുമ്പോഴാണ് എന്താ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ലിമിറ്റ് എഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. which implies limit fn equal to f of x കൊണ്ട് ഉദ്ദേശിക്കുന്നത് as n tends to infinity fn of x converges to f എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് xn converges to x in law. നമ്മൾ xn converges to x in probability implies xn converges to x in law എന്ന് പറയും. അടുത്തൊരു കൊറോളറിയാണ് xn converges to c in p. c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് 0 ആവാം, എന്തെങ്കിലും ഒരു വാല്യൂ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ്. xn converges to c in probability implies fn of x converges to 0 for x less than c and fn of x converges to 1 for x greater than c. Okay, ഇതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് xn converges to ഒരു കോൺസ്റ്റന്റ് ഇൻ പ്രോബബിലിറ്റി ആണെങ്കിൽ fn of x converges to 0യും as x less than cയും fn of x converges to 1 for x greater than c ആയിരിക്കും. ഇതിൻ്റെ കോൺവേഴ്സ്ലിയും ട്രൂ ആണ്. ഓക്കെ, കോൺവേഴ്സ് പാർട്ടും ട്രൂ ആണ്. നമ്മളിപ്പോൾ നോക്കിയ തിയറം പ്രകാരം ഇതിൻ്റെ പ്രൂഫ് ചെയ്യുമ്പോൾ ആ തിയറം പറഞ്ഞിട്ട് വേണം പ്രൂഫ് എഴുതാൻ. സോ ബൈ ദ പ്രീവിയസ് തിയറം
നമുക്ക് എന്താ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് സി ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈസ് എന്തായിരുന്നു അവിടെ പറഞ്ഞത്? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ലോൺ, അല്ലെങ്കിൽ ഇംപ്ലൈസ് എന്തായിരുന്നു? എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് എന്നായിരുന്നു, എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എക്സ് എൻ കൺവേർജസ് ടു സി ആയതുകൊണ്ട് തന്നെ എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് degenerate random variable takes a constant c. ഒരു കോൺസ്റ്റന്റ് സി വാല്യൂ കൊണ്ട് കിട്ടുന്ന ഒരു ഡീജനറേറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. എക്സ് ലെസ് ദാൻ സി ആകുമ്പോൾ 1 ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി ആകുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ആ തിയറം പറയാം. ആ തിയറ പ്രകാരം ഇങ്ങനെയായിരിക്കും എന്ന് പറയാൻ മാത്രമേ ചെയ്യാനുള്ളൂ. എളുപ്പമുള്ള പ്രൂഫാണ്. അതായത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയിരുന്നപ്പോൾ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് എൻ കൺവേർജസ് ടു സി ആകുമ്പോൾ എഫ് എൻ ഓഫ് എക്സും കൺവേർജസ് ടു ഒരു സി എന്നുള്ള ഫോമിലേക്കാണ്. അതായത് ഡീജനറേറ്റ് റാൻഡം വേരിയബിളിന്റെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? 0യും 1ഉം ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് പ്രൂഫിന്റെ ഒരു പാർട്ട്. ഇനി കോൺവേഴ്സ്ലി let fn of x converges to 0 x less than c യും fn of x converges to 1 when x greater than or equal to c. അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ ഒരു പാർട്ട് അസ്യൂം ചെയ്യാം. നമുക്ക് കാണിക്കേണ്ടത് ഇൻ പ്രോബബിലിറ്റി അത് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ഒരു സാധനം കൊണ്ടുവരണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ മൈനസ് സി ഇത് ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈക്വൽ ടു എപ്സിലോൺ ഇത് ഈക്വൽ ടു 0 എന്ന് വന്നാൽ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ കൺവേർജസ് ടു സി ഇൻ പ്രോബബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു മോഡുലസ്. ഇതിന് മുന്നേ ഇപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ലെസ് ദാൻ മൈനസ് സിയും എക്സ് ഗ്രേറ്റർ ദാൻ സിയും ഇത് രണ്ടും കൂടി ചേർന്നാണിത്. നമുക്ക് ആ രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മോഡുലസ് മാറ്റിയിട്ട് പിന്നെ ഈ സി അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി പ്ലസ് എപ്സിലോണും പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് എപ്സിലോണും വരും. ഓക്കെ, ഇനി ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറ്റി അതും ലെസ് ദാൻ ആക്കുമ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ലെസ് ദാൻ സി പ്ലസ് എപ്സിലോൺ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് എപ്സിലോൺ. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണല്ലോ. ഇപ്പം എന്ത് വരും? എഫ് എൻ ഓഫ് സി പ്ലസ് എപ്സിലോണും എഫ് എൻ ഓഫ് സി മൈനസ് എപ്സിലോണും വരും. ഇനി നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? എക്സ് സീനേക്കാൾ ചെറുതാവുമ്പോൾ എഫ് എൻ കൺവേർജസ് ടു 0 എന്നും എക്സ് സീനേക്കാൾ വലുതാവുമ്പോൾ എക്സ് എൻ കൺവേർജസ് ടു 1 എന്നും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? സി പ്ലസ് എപ്സിലോൺ അല്ലേ? സി പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ സീനേക്കാൾ വലിയ വാല്യൂ ആയി.
അപ്പോൾ 1 മൈനസ് ഇത് 1ലേക്ക് കൺവേർട്ട് ചെയ്യും, പ്ലസ് ഇത് 0ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു 0. നമുക്ക് ഈ ഒരു ടേം ഈക്വൽ ടു 0 എന്ന് കിട്ടി. which implies xn converges to c in probability as n tends to infinity എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈഫ് ആൻഡ് ഓൺലി ഇഫ് കാര്യങ്ങൾ ചിലയിടത്ത് ഈഫ് മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ട്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഷുവർ പറഞ്ഞ സമയത്ത് ഓൾമോസ്റ്റ് ഷുവർ ആണെങ്കിൽ അത് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ആയിരിക്കുമെന്ന് ഇംപ്ലൈ ചെയ്തു. ഓൾമോസ്റ്റ് ഷുവർ ഇംപ്ലൈസ് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി വർക്ക്. അതുപോലെ കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് കൺവെർജൻസ് ഇൻ ലോ ആണെന്ന് പറയും. അതായത് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈസ് കൺവെർജൻസ് ഇൻ ലോ ആണ്. ഇനി തിരിച്ചോ, കൺവെർജൻസ് ഇൻ ലോ ഡസ് നോട്ട് ഇംപ്ലൈ കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ആണ്. പക്ഷേ ഏത് കേസിൽ നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റന്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം അല്ലേ, ഈ തിരിച്ച് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ ഈ തിയറം പറഞ്ഞതിൽ ഇവിടെ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ് എൻ കൺവെർജൻസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ഇംപ്ലൈസ് ഇൻ ലോ ആണെന്നേ ഉള്ളൂ, തിരിച്ച് പറയുന്നില്ല. പക്ഷെ ഈ കൊറോളറി പറഞ്ഞെടുത്ത് നോക്കിയേ, കോൺവേഴ്സ്ലി ട്രൂ ആണ്. അവിടെ എന്തായിരുന്നു? കൺവേർജസ് ടു എ കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ ഡീജനറേറ്റ് കേസ് അവിടെ വന്നത്. അത് വരുമ്പോൾ തിരിച്ചും വരുന്നുണ്ട്. സോ തിരിച്ച് ഇംപ്ലൈ ചെയ്യും എപ്പോ? ഡീജനറേറ്റ് കേസിൽ. ഡീജനറേറ്റ് കേസ് മാത്രം. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ആർത്ത് മീൻ, അതും ഇംപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. വേറെ ലാസ്റ്റ് ഒന്നുകൂടെ പറയാം, എന്നാലും ഇത് ഓർത്തിരിക്കാം. ഇനി കൺവെർജൻസ് ഇൻ ലോയുടെ കുറച്ച് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലോഷർ അണ്ടർ arithmetic operations of convergence in law. Let xn converges to x in law, yn converges to c in law ആണെങ്കിൽ ഒരെണ്ണം എക്സിലോട്ടും ഒരെണ്ണം സിയിലോട്ടുമാണ് കേട്ടോ. ഒരെണ്ണം കോൺസ്റ്റന്റിലേക്കും ആണെങ്കിൽ ഫസ്റ്റ് വൺ എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജസ് ടു എക്സ് പ്ലസ് സി ഇൻ ലോ ആയിരിക്കും. രണ്ടാമത്തത് എക്സ് എൻ വൈ എൻ കൺവേർജസ് ടു സി എക്സ് ഇൻ ലോ ആയിരിക്കും. മൂന്നാമത്തത് എക്സ് എൻ ബൈ വൈ എൻ converges to x by c in law ആയിരിക്കും. ഇനി നോക്കാനുള്ളത് കൺവെർജൻസ് ഇൻ ആർത്ത് മീൻ ആണ്. കൺവെർജൻസ് ഇൻ ആർത്ത് മീൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ് എൻ ഇസ് സെഡ് ടു കൺവെർജസ് ടു എക്സ് ഇൻ ദ ആർത്ത് മീൻ എന്ന് പറയുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എൻ കൺവെർജസ് ടു എക്സ് ഇൻ ആർ. ഓക്കെ, ഈഫ് expectation of mod xn minus x raised to r tends to 0 as n tends to infinity ആവുമ്പോഴാണ്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn minus x raised to r tends to 0 as n tends to infinity ആവുമ്പോൾ xn converges to x in rth mean എന്ന് പറയാം. ഈ r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഒരു വാല്യൂ ആണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ എന്താ പറയുക, ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതായത് കൺവെർജൻസ് ഇൻ ക്വാഡ്രാറ്റിക് മീൻ അല്ലെങ്കിൽ കൺവെർജൻസ് ഇൻ മീൻ സ്ക്വയർ എന്ന് പറയാൻ പറ്റും.
ഇനി r=1 ആവുമ്പോൾ കൺവേർജൻസ് ഫസ്റ്റ് മീൻ എന്ന് പറയും. അടുത്തൊരു ലെമ്മയാണ്. xn converges to x in R implies expectation of mod xn raised to R converges to expectation of mod x raised to R. Okay. ഇനി ഇതിൻ്റെ പ്രൂഫ്. രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു ഇഫ് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് xn കൺവേർജസ് ടു എക്സ് ഇൻ ആർ ആണെങ്കിൽ, ആർത്ത് മീൻ ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn റേസ് ടു ആർ കൺവേർജസ് ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് x റേസ് ടു ആർ ആയിരിക്കും. അതിൽ കേസ് 1 എന്ന് പറയുന്നത്, കേസ് 1 കേസ് 2 ആയിട്ട് നോക്കുകയാണ്. കേസ് 1 എന്ന് പറയുന്നത് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള കേസ്. r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകും. ഈ കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇനീക്വാളിറ്റി, 2 ഇനീക്വാളിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് CR ഇനീക്വാളിറ്റിയാണ്. CR ഇനീക്വാളിറ്റി. ഈ ഇനീക്വാളിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ rth absolute moment of sum of two random variables is always less than or equal to CR into sum of the rth absolute moments of that random variables എന്നാണ്. അതായത് എഴുതി കാണിക്കാം. let x, y be two random variables on probability space omega fp for which expectation of mod x raised to r and expectation of mod y raised to r എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദെൻ CR ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് expectation of mod x plus y raised to r is less than or equal to CR into expectation of mod x raised to r plus expectation of mod y raised to r. where CR എന്ന് പറയുന്നത് 1 ആയിരിക്കും if r less than or equal to 1. 2 raised to r minus 1 ആയിരിക്കും if r greater than or greater than. നമുക്കിവിടെ ലെസ് ദാൻ 1ൻ്റെ കേസ് മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ ഇനീക്വാളിറ്റി പറയുന്നത് ഇതാണ്. 2 റാൻഡം വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ അബ്സല്യൂട്ട് മൊമെൻറ്റ്സ്, അത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു CR ഇൻറ്റു അതിൻ്റെ സം ഓഫ് ദ അബ്സല്യൂട്ട് ആർത്ത് മീൻസ് ഓഫ് ദാറ്റ് റാൻഡം വേരിയബിൾ. ഇതാണ് ഈ ഇനീക്വാളിറ്റി പറയുന്നത്. ഇതാണ് ഇനീക്വാളിറ്റി. ഇനി നമ്മൾ ഇവിടെ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിന് പകരം xn minus x and x for x and y in CR inequality. ഈ ഇനീക്വാളിറ്റിയിൽ എക്സിനും വൈക്കും പകരം
എക്സ് എൻ മൈനസ് എക്സും എക്സും കൊടുക്കുക. എക്സിന് പകരം എക്സ് എൻ മൈനസ് എക്സ് എന്നും വൈക്ക് പകരം എക്സ് എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇനീക്വാളിറ്റി എങ്ങനെ കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ്, എക്സ് പ്ലസ് വൈ അല്ലേ ആദ്യം, പ്ലസ് എക്സ് ഓൾ റേസ് ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു expectation of mode xn minus x raised to r plus expectation of mode x raised to r. അതായത് സി ആർ എന്ന് പറയുന്നത് അവിടെ ആറ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് സി ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പം അത് വേണ്ട. ഇതെന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് മൈനസ് എക്സ് പ്ലസ് എക്സ് പോകും, എക്സ് എൻ റേസ് ടു ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു expectation of mode xn minus x raised to r plus expectation of mode x raised to r. ഇനി ഇത് ഞാൻ ഇപ്പോൾ എക്സ് എൻ മൈനസ് എക്സും എക്സിന് പകരവും എക്സ് വൈക്ക് പകരവും കൊടുത്തുകൊണ്ട് തിരിച്ചിട്ടായിരുന്നെങ്കിലോ, അതായത് വൈക്ക് പകരം എക്സ് എൻ മൈനസ് എക്സും എക്സിന് പകരം എക്സും ആണ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഇനീക്വാളിറ്റി ഇങ്ങനെ വന്നേനെ. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇങ്ങനെ എഴുതിയാൽ മതി, ഇന്റർചേഞ്ചിങ് എക്സ് എൻ ആൻഡ് എക്സ് ഇൻ ദിസ് ഇനീക്വാളിറ്റി. ഇവിടെ ലാസ്റ്റ് ഫോമിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് എൻ റേസ് ടു ആറ്, എക്സും എക്സ് എന്നും എക്സും ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്, പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ റേസ് ടു ആർ എന്ന് വന്നേ. അപ്പോൾ ശരിക്കും ഈ ഇതിനകത്ത് മോഡിനകത്തുള്ള ചേഞ്ച് ചെയ്ത വാല്യൂസ് ഇത് കുഴപ്പമില്ല, മോഡുലസ് ആയതുകൊണ്ട് തിരിച്ചെഴുതാം. ഇനി ഇതോ, ഇത് രണ്ടും ഞാൻ ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്തുനിന്നും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇരിക്കാം, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ശരിക്കും എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ റേസ് ടു ആർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റേസ് ടു ആർ. ഇപ്പുറത്ത് വരുമ്പോൾ ഒന്നിൽ മൈനസ് വരും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയും മോഡുലസ് ഇടും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് റേസ് ടു ആർ എന്ന് വരും. ഓക്കെ, നേരത്തെ എഴുതിയ ഇനീക്വാളിറ്റിയിൽ എക്സും എക്സ് എൻ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഇത് രണ്ടും സെയിം ഇക്വേഷൻ തന്നെ, ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു നെഗറ്റീവിൻ്റെ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ മോഡുലസ് കൊടുത്തു, എന്നിട്ട് ഇങ്ങനെ എഴുതി. ഇതിനകത്തുനിന്ന് എന്താ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ആർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? വിച്ച് ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് റേസ് ടു ആർ ടെൻസ് ടു 0 ആണെന്നറിയാം. അപ്പോൾ എന്താവും? ഈ ഒരു ഇവിടെ 0 ആയിപ്പോവും. നമുക്കിതെന്ത് കിട്ടും? മോഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് modulus x n raised to r minus expectation of mod x raised to r equal to 0 എന്ന് വരും. അതായത് expectation of mod x n raised to r converges to expectation of mod x raised to r എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് 2. കേസ് 2 എന്ന് പറയുമ്പോൾ r greater than 1 ആകുന്ന കേസാണ്. r greater than 1. ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് മിൻകോവ്സ്കി ഇനീക്വാളിറ്റിയാണ്. ബൈ യൂസിങ് മിൻകോവ്സ്കി ഇനീക്വാളിറ്റി. ഈ പ്രൂഫിന് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് എന്താണെന്ന് മാത്രം എഴുതാം. expectation of mod x plus y raised to r all raised to 1 by r.
ഓക്കെ, ഈ 1/r ആറും വെട്ടിപ്പോവില്ല, കാരണം എക്സ്പെക്റ്റേഷൻ്റെ ആണ് ഓൾ റേസ് ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റേസ് ടു ആർ ഓൾ റേസ് ടു 1/r പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് വൈ റേസ് ടു ആർ ഓൾ റേസ് ടു 1/n. ഇങ്ങനെ വരുന്നതാണ് മിൻകോവ്സ്കി ഇനീക്വാളിറ്റി. ഇനി മിൻകോവ്സ്കി ഇനീക്വാളിറ്റി ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മൾ ആ ലാസ്റ്റ് ഇക്വേഷൻ മാത്രം മാറ്റിയാൽ മതി. സെയിം സാധനം തന്നെയായിരിക്കും വരെ. ഈ ലാസ്റ്റ് ഇക്വേഷനിലേക്ക് ഓൾ റേസ് ടു 1/r എന്നുള്ളൊരു ഫോർമുലയും കൂടെ വരും. അപ്പോൾ പ്രൊസീഡിങ് as in case 1 using this inequality. മൊത്തം എഴുതണമെന്നില്ല. this inequality നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓൾ റേസ് ടു എന്ന് എഴുതുന്നതിന് വരെ ഇവിടെ കൊടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ മോഡ് xn റേസ് ടു r മൈനസ് എക്സ്പെക്റ്റേഷൻ mod x raised to r or raised to 1/n less than or equal to expectation of 1/r mod xn minus x all raised to r. അതുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ xn കൺവേർജസ് ടു xn ആർത്ത് മീൻ ആവുമ്പോൾ ഇത് ടെൻസ് ടു 0 ആവും. അപ്പോൾ എന്താവും? നമുക്ക് xn കൺവേർജസ് ടു ഈ ഒരു ടേം എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn റേസ് ടു ആർ കൺവേർജസ് ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് റേസ് ടു ആർ എന്ന് കിട്ടും. ഇനി അടുത്തത് കൺവേർജൻസ് ഇൻ മീനും കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. കൺവേർജൻസ് ഇൻ മീൻ ഉദ്ദേശിച്ചത് ആറിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ളത്. ലെമ്മ എന്ന് പറയുന്നത് xn converges to x in rth mean implies xn converges to x in probability ആയിരിക്കും. if xn's are almost sure bounded, converse ട്രൂ ആയിരിക്കും. അതായത് xn converges to x in probability implies xn converges to x in r for all r ആയിരിക്കും. ഓക്കെ, പ്രൂഫിനകത്ത് ഫസ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇനീക്വാളിറ്റി ആണ്, ഫ്രം മാർക്കോവ് ഇനീക്വാളിറ്റി. മാർക്കോവ് ഇനീക്വാളിറ്റി നേരത്തെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അത് മാത്രം പറയുന്നുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് റേസ് ടു r ഡിവൈഡ് ബൈ എപ്സിലോൺ റേസ് ടു r. മാർക്കോവ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് സിൻസ് ഫസ്റ്റ് പാർട്ട് പ്രൂഫ് ചെയ്യാന്ന് വെച്ചാൽ xn കൺവേർജസ് ടു x in r എന്ന് എടുക്കുക. അപ്പോൾ സിൻസ് xn കൺവേർജസ് ടു x in r എന്താവും? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് റേസ് ടു r കൺവേർജസ് ടു 0 എന്നല്ലേ? എന്താ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പാർട്ട് എന്താവും? 0 ആവും. പ്രോബബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. പ്രോബബിലിറ്റി ലെസ് ദാൻ 0 ആവില്ല, അപ്പോൾ അത് ഈക്വൽ ടു 0 എന്നാവും. അപ്പോൾ എന്തായി? കൺവേർജസ് ഇൻ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷനായി ദെർഫോർ xn കൺവേർജസ് ടു x ഇൻ പ്രോബബിലിറ്റി. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു പ്രൂഫ്. ഇനി കോൺവേഴ്സ്ലി ആണ്. കോൺവേഴ്സ്ലി ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് എന്താണ്? നോട്ട് ദാറ്റ് xn's are ബൗണ്ടഡ്. അതാണ് ലെമ്മയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇഫ് xn's are ഓൾമോസ്റ്റ് ഷുവർ ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൗണ്ടഡ് ആൻഡ് xn കൺവേർജസ് ടു x in probability.
എക്സൻസ് ആർ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ദെൻ എക്സൻസ് ബൗണ്ടഡും ആണ്, എക്സൻ കൺവേർജസ് ടു എക്സൻ പ്രോബബിലിറ്റി ആണെങ്കിൽ ദെൻ എക്സ് ഈസ് almost sure bounded hence xn converges to x is also almost sure bounded. Okay. And hence xn converges to x is also almost sure bounded. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇനീക്വാളിറ്റി ബേസിക് ഇനീക്വാളിറ്റി LHS of ബേസിക് ഇനീക്വാളിറ്റി വിത്ത് g of xന് പകരം mod x കൊടുത്തിട്ട് mod x raised to r കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം എഴുതാണ്. expectation of mod x right അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് x raised to r minus a raised to r divided by almost sure supremum mod x raised to r less than or equal to probability of mod x greater than or equal to a എന്ന് വരും. അതിൽ replace x by xn minus x വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ expectation of mod xn minus x raised to r minus a raised to r divided by almost sure supremum mod xn minus x less than or equal to probability of mod xn minus x greater than or equal to 8. ഇങ്ങനെ xn converges to x in probability almost sure bounded ആയതുകൊണ്ട് എന്താ xn converges to since xn converges to xn probability ആയതുകൊണ്ട് ഈ ഏരിയ 0 ആയി പോകും അല്ലെ. പ്രോബിലിറ്റി ഓഫ് മോഡ് xn മൈനസ് അത് 0 ആയി പോകും. ഇത് 1 ആയിരിക്കും. ഇനി ഇപ്പം എന്ത് ബാക്കി വരും? എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് റേസ് ടു ആർ മൈനസ് എ റേസ് ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ സിൻസ് എ ഈസ് ആർബിറ്ററി expectation of mod xn minus x raised to r equal to 0 എന്ന് വരും. ലെസ് ദാൻ ഈക്വൽ ടു 0 ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനർത്ഥം എന്താ? വിച്ച് ഇംപ്ലൈസ് xn കൺവേർജസ് ടു x in r എന്ന് കിട്ടും. സോ കോൺവേഴ്സും പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മൾ ഉണ്ടായിരുന്നത്. xn കൺവേർജസ് ടു x in r ഇംപ്ലൈസ് xn converges to x in p ആയിരിക്കും. തിരിച്ചാവണമെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ ബൗണ്ടഡ് എന്നുള്ള കണ്ടീഷൻ കൂടെ വേണം.